വൺ ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പിട്ടാപ്പിള്ളിൽ ഏജൻസി, വെള്ളിയൻതോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ EKS ഇഡലി ദോശമാവ്, കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. വരൂ, നിങ്ങളുടെ ഇഷ്ടവാഹനം ഏറ്റവും വിശ്വസ്തയോടുകൂടി തെരഞ്ഞെടുക്കൂ. ഓട്ടോ പാലസ്, ഊട്ടി മെയിൻ റോഡ്, കലാസാഗർ, എടക്കര. ഫോൺ 9539107485. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വൺ ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. മലയോര മേഖലയിൽ കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആശങ്കയുടെ മണിക്കൂറുകൾ തന്നെയാണ് മലയോര മേഖലയ്ക്കുള്ളത്. താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലാണ്. മിക്കയിടങ്ങളിലും റോഡുകളിലും വെള്ളം കയറി ഗതാഗത തടസ്സവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്നും വലിയ കാലവർഷം ശക്തമായ രീതിയിൽ തന്നെയാണ് മലയോര മേഖലയിൽ ഉള്ളത്. വിവിധ മേഖലകളിൽ ജലാശയങ്ങളൊക്കെ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. മഴക്കാല മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് മലപ്പുറം ജില്ലയിൽ ഇന്ന് റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നോക്കാം പ്രധാന വാർത്തകൾ. മലയോര മേഖലയിൽ അതിശക്തമായ മഴ. കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. മമ്പാട് ഒഴുക്കിൽപ്പെട്ട യുവാവിനായുള്ള തിരച്ചിൽ ഊർജിതം. ഫയർഫോഴ്സ്, ERF, നാട്ടുകാർ എന്നിവർ ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ പദ്ധതി അനുസരിച്ച് തവനൂരിൽ സ്ഥാപിച്ച പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര പെട്രോളിയം, പ്രകൃതിവാതക, ടൂറിസം വകുപ്പ് മന്ത്രി സുരേഷ് ഗോപിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. എരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ഡോക്ടർ ജോസഫ് മാർ തോമസ് ബ്ലോക്ക് സമർപ്പണം വെള്ളിയാഴ്ച നടക്കും. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീൻ കെട്ടിടത്തിന്റെ സമർപ്പണം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വണ്ടൂർ ടൗണിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരം വേണമെന്ന ആവശ്യവുമായി വ്യാപാരികൾ രംഗത്ത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പോലീസ് SHOയ്ക്ക് നിവേദനം കൈമാറി. വിശദമായ വാർത്തകളിലേക്കാണ് പ്രേക്ഷകരെ. മലയോര മേഖലയിൽ കാലവർഷം ശക്തമായി തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ആരംഭിച്ച മഴ ഇപ്പോഴും ഇടവിട്ട് ശക്തമായി തന്നെ പെയ്യുകയാണ്. ഈ ശക്തമായ മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. മിക്കയിടങ്ങളിലും അന്തർ സംസ്ഥാന പാതയായ CNG റോഡിലടക്കം നിലമ്പൂർ വെളിയംതോട്, ജ്യോതിപ്പടി അടക്കമുള്ള മേഖലകളിൽ മഴ ശക്തമായി പെയ്യുമ്പോൾ വെള്ളം കയറി ഗതാഗത തടസ്സമുണ്ടാകുന്നത് ഇപ്പോൾ പതിവായിരിക്കുകയാണ്. എന്തായാലും വലിയ ആശങ്കയുടെ മണിക്കൂറുകളാണ് മലയോര മേഖലയ്ക്കുള്ളത്. കാലവർഷ അതിശക്തമായ ഈ പെയ്ത്തിനെ തുടർന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം റെഡ് അലേർട്ട് മലപ്പുറം ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാലവർഷം ഇങ്ങനെ വലിയ മഴക്കെടുതികളിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ദിവസം മിന്നൽ ചുഴലിയടക്കം ഉണ്ടായിരുന്നു നമ്മുടെ മലയോര മേഖലയിൽ. എന്തായാലും ആശങ്കയുടെ മണിക്കൂറുകൾ തന്നെയാണ്. മഴ ശക്തമായി തന്നെ മലയോര മേഖലയിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം മമ്പാട് ഓടായിക്കൽ കടവിന് സമീപം ചാലിയാർപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട യുവാവിനെ കണ്ടെത്തുവാനുള്ള ശ്രമങ്ങൾ ഇന്നും വിഫലമായിരിക്കുകയാണ്. ഫയർഫോഴ്സിന്റെ വിവിധ യൂണിറ്റുകളുടെ നേതൃത്വത്തിലും നാട്ടുകാരുടെ നേതൃത്വത്തിലും എമർജൻസി റെസ്ക്യൂ ഫോഴ്സിന്റെ നേതൃത്വത്തിലുമാണ് പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ തെരച്ചിൽ നടത്തിയത്. ഇന്ന് രാവിലെ മുതൽ പുഴയിൽ തെരച്ചിൽ നടത്തി. എന്നാൽ
കുത്തൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് തിരച്ചിലിനെ അത് ബാധിച്ചിട്ടുണ്ട്. ഒപ്പം കനത്ത മഴയും കാറ്റുമൊക്കെ ഈ തിരച്ചിലിൻ്റെ സുഗമമായ തിരച്ചിലിനെ അത് ബാധിച്ചിട്ടുണ്ട്. എന്തായാലും ഫയർഫോഴ്സ്, തിരുവാലി, നിലമ്പൂർ ഫയർഫോഴ്സ് യൂണിറ്റ്, അതോടൊപ്പം നിലമ്പൂരിലെ എമർജൻസി റെസ്ക്യൂ ഫോഴ്സിൻ്റെ ബോട്ട് എന്നിവയുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് പുഴയിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ക്രമീകരണങ്ങളുടെ ഭാഗമായി മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന കാഞ്ഞിരാല, വൈസ് പ്രസിഡന്റ് നിഷാദ് പാലുളി എന്നിവർ സംഭവസ്ഥലത്തെത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്തി. അതോടൊപ്പം പുള്ളിപ്പാടം വില്ലേജ് ഓഫീസറും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. വിവിധ സന്നാഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ യുവാവിനായി പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ തിരച്ചിൽ പുരോഗമിക്കുന്നത്. പാസ്പോർട്ട് സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായി എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം ആരംഭിക്കുന്നതിൻ്റെ സർക്കാർ പദ്ധതി അനുസരിച്ച് തവനൂരിൽ സ്ഥാപിച്ച പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. വിദേശകാര്യ മന്ത്രാലയം, തപാൽ വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടുകൂടി രാജ്യത്ത് 455ാമത്തെ കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന് കീഴിലെ മൂന്നാമത്തേതുമായ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രമാണ് തവനൂരിൽ പ്രവർത്തനം ആരംഭിച്ചത്. MP അബ്ദുൾ സമദ് സമദാനി മുഖ്യാതിഥിയായിരുന്നു. മലപ്പുറം പോലെ കൂടുതൽ ജനസംഖ്യയും പാസ്പോർട്ട് അപേക്ഷകരുമുള്ള ജില്ലയിൽ എളുപ്പത്തിൽ പാസ്പോർട്ട് സേവനങ്ങൾ ലഭ്യമാക്കുവാൻ ഇതുവഴി കഴിയുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പോസ്റ്റ് ഓഫീസുകളുമായി പാസ്പോർട്ട് സേവനങ്ങൾ ബന്ധിപ്പിക്കുന്നത് വഴി എല്ലാവർക്കും എളുപ്പത്തിൽ സേവനങ്ങൾ ലഭ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു. തിരൂർ, പൊന്നാനി, ഗുരുവായൂർ, ഇരിങ്ങാലക്കുട വഴിയുള്ള റെയിൽവേ പദ്ധതി അനുമതിക്കായി കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് സമർപ്പിച്ചുവെന്നും അദ്ദേഹം തത്വത്തിൽ അംഗീകരിച്ചതായും മന്ത്രി അറിയിച്ചു. അന്ന് ഫ്രീസ് ചെയ്ത് വെച്ച 2014 മുമ്പ് ഫ്രീസ് ചെയ്ത ആ പ്രോജക്റ്റ് നിങ്ങളുടെ അയൽക്കാരൻ MP ഡീഫ്രീസ് ചെയ്യിച്ചിട്ടുണ്ട്. ആ പദ്ധതി ഇപ്പോൾ ഓപ്പണാണ്. അതിനുവേണ്ടി ജോയും ശ്രീ ആബദ് ഹുസൈൻ തങ്ങളവർകളും അബൂബക്കറും നൗഷദലിയും എല്ലാം അതിനുവേണ്ടി ഇനി അഹോരാത്രം പണിയെടുക്കണം. ഇത് കായംകുളത്ത് നിന്ന് ഒരു ലൈൻ ആലപ്പുഴയ്ക്ക് തിരിഞ്ഞ് കൊച്ചിയിലേക്ക് കൊണ്ടുവന്ന് കണക്ട് ചെയ്തതുപോലെ ഒരു പാരലൽ ലൈൻ നമുക്ക് തിരൂർ, കുറ്റിപ്പുറം, തൃശ്ശൂർ അല്ലെങ്കിൽ ഷൊർണൂർ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് തിരൂർ, പൊന്നാനി, ഗുരുവായൂർ, ഇരിഞ്ഞാലക്കുട എന്ന് പറയുന്ന ലൈനിന് വേണ്ട ഡിസൈനും അതിൻ്റെ ഒരു ജോഗ്രാഫിക്കൽ ഏരിയ മാർക്ക് ചെയ്ത് ശ്രീ അശ്വിനി വൈഷ്ണവ് അവർക്ക് റെയിൽവേ മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അത് തത്വത്തിൽ വളരെ വലിയ സന്തോഷത്തോടെയും ആവേശത്തോടെയുമാണ് അത് സ്വീകരിച്ചിരിക്കുന്നത്. ബാക്കി ജോലി ഇനി നിങ്ങളുടേതാണ്. ഇവരത് ഓപ്പൺ ചെയ്ത് കേരള സർക്കാരിനെ കൊണ്ട് അതിനുള്ള സ്ഥലം വാങ്ങിച്ച് കൊടുത്തല്ലാതെ ഇവരെ ഇനി അടുപ്പിക്കരുത്. നിങ്ങൾ അത്രയും കൂടി ചെയ്യണം. ബാക്കി കാര്യം ഞാൻ ഏറ്റു. പക്ഷേ കേരള സർക്കാർ അതിനുള്ള സ്ഥലം എടുത്തു കൊടുക്കണം. വന്ദേ ഭാരത് ഇപ്പോൾ ഓടുന്ന 3 ട്രെയിനല്ല, നമുക്കത് 6 ട്രെയിനായും വരാനുള്ള സാധ്യത. ആലപ്പുഴ വഴിയും പോകുന്നില്ലേ 2 ട്രെയിൻ? അതുപോലെ വന്നൂടെ? നമുക്ക് ഇന്നുള്ള റെയിൽ നെറ്റ്വർക്ക് അതിലൂടെ ഓടിക്കാൻ ഇനി ട്രെയിനുകൾക്ക് സമയമില്ല. ആ സമയത്തിൻ്റെ സ്പേസ് ഇല്ല. നമുക്ക് വീതി വർദ്ധിച്ചു കിട്ടണം. കേരളം വളരെ ചെറിയ സംസ്ഥാനമാണ്. നമുക്ക് കടലിനും മലനിരകൾക്കും ഇടയ്ക്ക് ഒരല്പം വായുവാണ് നമുക്ക് കിട്ടുന്നത്. അതെന്തിനെല്ലാം വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ ഈ കണക്കെടുത്ത് എവിടെയൊക്കെ ആവാസ വ്യവസ്ഥിതിക്ക് ദോഷമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് നടത്തിയെടുക്കാൻ സാധിക്കുമോ അത് തിരൂർ, പൊന്നാനി, ഇരിഞ്ഞാലക്കുട, ഗുരുവായൂർ വഴി ഇരിഞ്ഞാലക്കുട ലൈനിന് വേണ്ടി എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് മാത്രം. തവനൂർ കാർഷിക കോളേജിൽ മന്ത്രി മരം നടുകയും വൃക്ഷത്തൈ വിതരണം ചെയ്യുകയും ചെയ്തു. MLA-മാരായ VS ജോയ്, KP നൌഷാദ് അലി, ആബിദ് ഹുസൈൻ തങ്ങൾ എന്നിവർ സംബന്ധിച്ചു. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ബിനോയ് ജോർജ്, കോഴിക്കോട് നോർത്തേൺ റീജിയൻ പോസ്റ്റൽ സർവീസ് ഡയറക്ടർ VP ഗണേഷ് കുമാർ, തവനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ്, വാർഡ് മെമ്പർ PT ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോട് റീജിയൻ പാസ്പോർട്ട് ഓഫീസർ K അരുൺ മോഹൻ സ്വാഗതവും തിരൂർ പോസ്റ്റൽ ഡിവിഷൻ സൂപ്രണ്ട് MK ഇന്ദിര നന്ദിയും പറഞ്ഞു. മലയോര മേഖലയിൽ വിദ്യാഭ്യാസ രംഗത്ത് സമഗ്ര സംഭാവനകൾ ചെയ്ത എരവുമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ഡോക്ടർ ജോസഫ് മാർ തോമസ് ബ്ലോക്കിന്റെ സമർപ്പണം വെള്ളിയാഴ്ച നടക്കും. സ്കൂൾ അധികൃതർ നിലമ്പൂർ പ്രസ് ക്ലബ്ബിൽ മാധ്യമ സംഗമത്തിലാണ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കിയത്.
വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് സ്കൂൾ പരിസരത്ത് നടക്കുന്ന ചടങ്ങിൽ ഡോക്ടർ ജോസഫ് മാർ തോമസ് ബ്ലോക്ക് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ വിദ്യാർത്ഥികൾക്കായി സമർപ്പിക്കും. മലങ്കര കത്തോലിക്ക സഭയുടെ ബത്തേരി രൂപതാ അധ്യക്ഷൻ ജോസഫ് മാർ തോമസ് അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ നിലമ്പൂർ MLA ആര്യടൻ ഷൗക്കത്ത് മുഖ്യപ്രഭാഷണം നടത്തും. മലയോര മേഖലയുടെ MLAമാരായ VS ജോയ്, TP അഷറഫ് അലി എന്നിവർ മുഖ്യാതിഥികളായിരിക്കും. ഇവരെ ആദരിക്കുകയും ചെയ്യും. VS ജോയ് MLA സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമാണ്. ആവശ്യമായിട്ടുള്ള ക്ലാസ് മുറികളും അതോടൊപ്പം തന്നെ ഒരു മിനി ഓഡിറ്റോറിയവും ഒരു കമ്പ്യൂട്ടർ ലാബ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മറ്റ് ജനപ്രതിനിധികൾ, വിവിധ വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. കഴിഞ്ഞ +2 പരീക്ഷയിൽ 1199 മാർക്ക് നേടിയ സാനിയ ജോൺസൺ എന്ന വിദ്യാർത്ഥിനിയെ ഉൾപ്പെടെ സ്കൂളിൽ ഉന്നത വിജയം കൈവരിച്ച മികച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കും. രാവിലെ +1 കുട്ടികൾക്കായി ഫ്രഷേഴ്സ് മീറ്റ് നടത്തും. സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സ്കൂൾ ലഹരി വിരുദ്ധ ക്യാമ്പസായി പ്രഖ്യാപിക്കും. നമ്മുടെ സ്കൂളിലുള്ള NSS, സ്കൗട്ട്, ഗൈഡ്, അതുപോലെ തന്നെ നമ്മുടെ NCC, ലിറ്റിൽ കിഡ്സ്, ഈ ഗ്രൂപ്പിനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സ്കൂളിനെ സ്മോക്ക് ഫ്രീ ക്യാമ്പസായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അതായത് നമ്മുടെ സംസ്ഥാന സർക്കാർ അനൗൺസ് ചെയ്തിരിക്കുന്ന തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി ലഹരി വിരുദ്ധ ക്യാമ്പസായിട്ട് ഇതിനെ അന്ന് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ പ്രഖ്യാപിക്കുകയാണ്. 1982 മലയോര ഗ്രാമമായ എരുമമുണ്ടയിൽ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിന് തുടക്കമായത്. മുഖ്യരക്ഷാധികാരി ഫാദർ പോൾസൺ ആറ്റുപുറം, പ്രിൻസിപ്പൽ AP ബിജു പോൾ, PTA വൈസ് പ്രസിഡന്റ് E സുകുമാരൻ, കൺവീനർ ജെയിംസ് കോശി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വണ്ടൂർ ടൗണിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് ശാശ്വതമായ പരിഹാരം കാണണമെന്ന ആവശ്യവുമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടൂർ യൂണിറ്റ് രംഗത്ത്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വണ്ടൂർ SHO TM നിതീഷിന് വ്യാപാരി പ്രതിനിധികൾ നിവേദനവും നൽകി. വണ്ടൂർ ടൗണിൽ നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന ഗതാഗത പ്രശ്നങ്ങൾക്ക് അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്നതാണ് വ്യാപാരികളുടെ പ്രധാന ആവശ്യം. നിലവിലെ കുരുക്ക് മൂലം പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും ഒരുപോലെ വലിയ ബുദ്ധിമുട്ടാണ് നേരിടേണ്ടി വരുന്നത്. ഇതിന് എത്രയും വേഗം ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്ന ആവശ്യമാണ് നിവേദനത്തിലൂടെ ഇവർ ഉന്നയിക്കുന്നത്. വർദ്ധിച്ചു വരുന്ന ഈ ട്രാഫിക് ബ്ലോക്ക് കുറക്കുന്നതിന് വേണ്ടി നിർബന്ധമായും ഹോം ഗാർഡിനെയോ പോലീസുകാരെയോ അവിടെ വിന്യസിക്കണമെന്നും എത്രയും പെട്ടെന്ന് അടിയന്തരമായി അതിൽ ഇടപെടണമെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് പഞ്ചായത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി വണ്ടൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അതിലൊരു നിർദ്ദേശപരിഹാരങ്ങൾ നമ്മൾ അവിടെ സമർപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം ഇവിടെ ഒരു പരാതി നൽകിയിട്ടുണ്ട്. CI പരാതി അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിനുവേണ്ട നടപടികൾ കൈക്കൊണ്ട് എത്രയും പെട്ടെന്ന് വർക്ക് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയും ഈ ബ്ലോക്ക് കുറക്കുന്നതിന് വേണ്ടിയും അടിയന്തരമായി ഇടപെടണമെന്ന് നമ്മൾ CIനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടൂർ യൂണിറ്റ് ഭാരവാഹികളായ മുജീബ്, അലിസൺ, ഷിഹാബ് എലൈവ്, മലബാർ സലാം, ഫഹദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു. ഒരിടവേളയാണ് പ്രേക്ഷകരെ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. പിട്ടാപ്പിള്ളിൽ ഏജൻസി, വെള്ളിയന്തോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. ഇരുപത്തിയഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യത്തോടെ എടക്കരയുടെ അഭിമാനമായ ഓട്ടോ പാലസ് കൂടുതൽ സവിശേഷതകളോടെ പ്രവർത്തനം തുടരുന്നു. ഏറ്റവും ഗുണനിലവാരത്തോടെ സെക്കൻഡ് ഹാൻഡ് ബൈക്കുകൾ, കാറുകൾ എന്നിവ ഇനി യഥേഷ്ടം സ്വന്തമാക്കാം.
വാഹനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ട്രെയിലർ സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. വരൂ, നിങ്ങളുടെ ഇഷ്ടവാഹനം ഏറ്റവും വിശ്വസ്തയോടുകൂടി തെരഞ്ഞെടുക്കൂ. ഓട്ടോ പാലസ്, ഊട്ടി മെയിൻ റോഡ്, കലാസാഗർ, എടക്കര. ഫോൺ 9539107485. EKS ഉണ്ടെങ്കിൽ പിന്നെ പ്രഭാതം പ്രസരിപ്പോടെ. EKS ഇഡലി ദോശമാവ് പ്രത്യേകം തിരഞ്ഞെടുക്കുന്ന ഗുണമേന്മയുള്ള അരിയും ഉഴുന്നും ചേർത്ത് ശാസ്ത്രീയമായ രീതിയിൽ ഏറെ ശുചിത്വത്തോടെ RO വാട്ടർ മാത്രം ഉപയോഗിച്ച് തയ്യാർ ചെയ്യുന്നത് കൊണ്ട് തന്നെ മികച്ച ഗുണനിലവാരം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കാൻ അനുയോജ്യമായ പാക്കിംഗ്. ഇനി രുചിയിൽ നിറയട്ടെ വീട്ടിലെ സന്തോഷം. കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. EKS ഫുഡ് പ്രൊഡക്ട്സ്, നിലമ്പൂർ. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, വണ്ടൂർ. പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ AC, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, LED TV, മിക്സി, ചിമ്മിനി ആൻഡ് ഹോബ്, ഓവൻ, സ്റ്റൗ, കുക്കർ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, എയർ കൂളർ, ഫാൻ, ഹോം തിയേറ്റർ, ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങി എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. മാത്രമല്ല പലിശരഹിത EMI സൗകര്യവും ലഭ്യമാണ്. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931 248 535 9447 338 503. എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്. വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. പിട്ടാപ്പിള്ളിൽ ഏജൻസി, വെള്ളിയൻതോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. വാർത്തകൾ തുടരുകയാണ് പ്രേക്ഷകരെ. വണ്ടൂർ കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കിടപ്പിലായ രോഗികൾക്കുള്ള പ്രതിമാസ ഭക്ഷ്യ കിറ്റ് വിതരണ പദ്ധതിക്ക് തുടക്കമായി. ഉദ്ഘാടനം വണ്ടൂർ ക്രൗൺ പ്ലാസയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെട്ടി ഷംസുദ്ദീൻ നിർവഹിച്ചു. വണ്ടൂരിൽ
നല്ല രീതിയിൽ നടന്നു വരുന്ന കാരുണ്യ ചാരിറ്റബിൾ സെൻ്ററിൻ്റെ മുഖേനയായിട്ട് 14 വർഷത്തോളം 50-ൽ പരം രോഗികൾക്ക് എല്ലാ മാസവും കിറ്റ് വിതരണം ചെയ്യുന്ന നല്ലൊരു കാരുണ്യ പ്രവർത്തനമാണ് ഈ കൂട്ടായ്മ ചെയ്യുന്നത്. ഇത് സ്വനമനസ്സുകളുടെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്. എല്ലാ ആൾക്കാർക്കും ഇതൊരു മുന്നറിയിപ്പായി നമ്മൾ സ്വീകരിക്കണം. നാളെയും നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ കാരുണ്യ പ്രവർത്തനം ചെയ്യാൻ വേണ്ടി എല്ലാ സംഘടനകളും മുന്നോട്ട് വരണം. ഇതുമാതിരി നമ്മുടെ നാട്ടിൽ അസുഖമില്ലാത്ത ആൾക്കാരെ കണ്ടെത്തുന്നതിന് വേണ്ടിയും മറ്റുള്ള എല്ലാ സഹായ സഹകരണങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയും ഈ ട്രസ്റ്റ് മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നതാണ്. ഇതിൻ്റെ 14ാം വർഷം ആയിട്ട് തുടങ്ങിയിട്ടുള്ളത്. ഈ 14ാം വർഷത്തിൻ്റെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി പ്രഖ്യാപിക്കുന്നു. വണ്ടൂരിലെ സുമനസ്സുകളുടെ സാമ്പത്തിക സഹകരണത്തോടെയാണ് ഒരു മാസം പോലും മുടങ്ങാതെ കഴിഞ്ഞ 12 വർഷമായി പദ്ധതി തുടരുവാൻ ട്രസ്റ്റിന് സാധിച്ചത്. ഒരു കുടുംബത്തിന് ഒരു മാസം ഉപയോഗിക്കാവുന്ന അരി, പലവ്യഞ്ജനങ്ങൾ ഉൾപ്പെടെയുള്ള അവശ്യ ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയ കിറ്റുകളാണ് വിതരണം ചെയ്യുന്നത്. ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വണ്ടൂരിലെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് കഴിഞ്ഞ 30 വർഷത്തോളമായി വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട്. പദ്ധതി കൂടുതൽ വിപുലപ്പെടുത്തി അർഹരായ കിടപ്പ് രോഗികളിലേക്ക് സഹായം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രസ്റ്റ് മുന്നോട്ടു പോകുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സെക്രട്ടറി ടി ഉമ്മർകുട്ടി, കോർഡിനേറ്റർ എം വിജയൻ, പ്രസിഡന്റ് പി യൂനുസ്, വിവിധ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. 2014 ഇവിടെ ഈ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററും ഗ്രാമപഞ്ചായത്തും ചേർന്നുകൊണ്ട് ഒരു സമഗ്ര സർവേ നടത്തുകയും ആ സർവേ നടത്തിയപ്പോൾ അതിൽ ഏകദേശം 100 ചില്ലാനം കുടുംബങ്ങൾ പട്ടിണി കിടക്കുന്ന കുടുംബങ്ങളാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ പട്ടിണി കിടക്കുന്ന കുടുംബങ്ങൾക്ക് സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്ന് സപ്പോർട്ടോട് കൂടിയിട്ട് അവർക്ക് സഹായം എത്തിക്കുക, അവർ പട്ടിണി കിടക്കാതെ ജീവിക്കുക എന്നുള്ളത് ഈ രാജ്യത്തിൽ ആവശ്യമാണ് എന്നുള്ളതിൻ്റെ പേരിലാണ് അന്ന് ഈ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വളണ്ടിയർമാർ ഉൾപ്പെടുന്ന ടീം അന്ന് ഉണ്ടായിരുന്ന പരിരക്ഷാ സംവിധാനവുമായി ചേർന്നുകൊണ്ട് ഇതുപോലുള്ള ഒരു ഭക്ഷണ കിറ്റ് വിതരണം ആരംഭിച്ചത്. നിലമ്പൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ വായനാ പക്ഷാചരണത്തിന്റെ സമാപനവും IV ദാസ് അനുസ്മരണവും നിലമ്പൂർ വീട്ടിക്കുത്ത് സാംസ്കാരിക നിലയത്തിൽ വെച്ച് നടന്നു. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് സി ജയപ്രകാശ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു മഹാവേദി കൂടിയാണ് ഞങ്ങളുടെ പ്രദേശത്തില്. ഗ്രന്ഥശാല പ്രവർത്തകരുടെ ഇടയിൽ സെക്രട്ടറിമാരുടെ ഒരു ഗ്രാമപഞ്ചായത്ത് മുമ്പ് അങ്ങനെ ലൈബ്രറി കൗൺസിൽ താലൂക്ക് പ്രസിഡന്റ് ജെ രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. പുരോഗമന കലാസാഹിത്യ സംഘം മലപ്പുറം ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പളുമായ ഡോക്ടർ എസ് സഞ്ജയ് IV ദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. വീട്ടിൽ സ്വന്തമായി ഒരു ലൈബ്രറി ചിട്ടപ്പെടുത്തുകയും 7000-ൽ പരം പുസ്തകങ്ങൾ ശേഖരിക്കുകയും ചെയ്ത വണ്ടൂർ പ്രഭാത് യുവജന സംഘം വായനശാലയിലെ KG അനിലിനെ അനുമോദിച്ചു. വീട്ടിക്കുത്ത് സാംസ്കാരിക നിലയം സംഘടിപ്പിച്ച കസേര ചലഞ്ചിലേക്കുള്ള റോട്ടറി ക്ലബിന്റെ സഹായം റോട്ടറി പ്രതിനിധി രാധാകൃഷ്ണനിൽ നിന്നും സാംസ്കാരിക നിലയത്തിലേക്കുള്ള 60ഓളം പുസ്തകങ്ങൾ SBITയിൽ നിന്നും വിരമിച്ച ഗിരിജയിൽ നിന്നും സാംസ്കാരിക നിലയം ഭാരവാഹികൾ ഏറ്റുവാങ്ങി. ലൈബ്രറി കൗൺസിൽ നിലമ്പൂർ താലൂക്ക് സെക്രട്ടറി EP മുരളി സ്വാഗതവും മുനിസിപ്പൽ നേതൃസമിതി കൺവീനർ പ്രസാദ് പൊറ്റക്കാട്ട് നന്ദിയും പറഞ്ഞു. വണ്ടൂർ WIC ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ സംരംഭമായ തഹ്ഫീദുൽ ഖുർആൻ അക്കാദമിക്കിന് വേണ്ടിയുള്ള കെട്ടിടം വെള്ളിയാഴ്ച ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. വൈകിട്ട് 4:30 റിയാഡ് കോളേജ് ക്യാമ്പസിൽ നടക്കുന്ന ചടങ്ങ് സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. ഒരു പുതിയ സംരംഭത്തിൽ നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് WICയുടെ തഹ്ഫീദുൽ ഖുർആൻ അക്കാദമിയാണ്. കുട്ടികളിവിടെ ഗ്രേസ് പബ്ലിക് സ്കൂളിൽ CBSE സിലബസ് പഠിക്കുന്നതോടൊപ്പം തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കാൻ സാധിക്കുന്ന ഒരു കേന്ദ്രമാണ് ഹിഫ്ദുൽ ഖുർആൻ അക്കാദമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല വെറും ഖുർആൻ മനഃപ്പാഠമാക്കലോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകലോ മാത്രമല്ല, വ്യത്യസ്തമായ സ്കില്ലുകൾ, കുട്ടികളെ കഴിവുകൾ വളർത്തിക്കൊണ്ടുവരാൻ പറ്റിയ വിവിധ പദ്ധതികളോടുകൂടിയാണ് ഈ സ്ഥാപനം ആരംഭിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ വെള്ളിയാഴ്ച അഥവാ ജൂലൈ 10-ാം തീയതി വെള്ളിയാഴ്ച 4:30 അത് ഉദ്ഘാടനം ചെയ്യും. അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ്. ബഹുമാനായ കേരളത്തിലെ റവന്യൂ മന്ത്രി ശ്രീ AP അനിൽകുമാർ അവറുകളാണ് ഈ മഹത്തായ ഈ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. 5ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് CBSE പഠനത്തോടൊപ്പം ഖുർആൻ മനഃപ്പാഠമാക്കലുമാണ് ലക്ഷ്യം.
ജമാഅത്തെ ഇസ്ലാമി അമീർ പി മുജീബ് റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ വൈസ് ചെയർമാൻ CH സക്കറിയ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ നസീഫ്, കമ്മിറ്റി അംഗങ്ങളായ ലത്തീഫ് കൂരാട്, അഷറഫ് കുരിക്കൽ എന്നിവർ പങ്കെടുത്തു. മമ്പാട് MES കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിനിയായ നേജ KT സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് സർവകലാശാല സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ഗ്ലോബൽ എഡ്യൂക്കേഷൻ ലാൻഡ്സ്കേപ്പ് സമ്മർ സ്കൂൾ 2026 ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കും. മുഴുവൻ ചെലവും സർവകലാശാല വഹിക്കുന്ന GSE സ്കോളർഷിപ്പ് ലഭിച്ചാണ് നേജ ഈ അഭിമാന നേട്ടം കരസ്ഥമാക്കിയത്. ജൂലൈ 5 മുതൽ 25 വരെ നടക്കുന്ന സമ്മർ സ്കൂളിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ആഗോള വിദ്യാഭ്യാസ രംഗത്തെ പുതിയ കാഴ്ചപ്പാടുകൾ, പദ്ധതി ആസൂത്രണം, അന്തർദേശീയ സഹകരണം, നേതൃത്വ പാടവം എന്നിവയാണ് പരിപാടിയുടെ പ്രധാന വിഷയങ്ങൾ. സ്കോളർഷിപ്പിന്റെ ഭാഗമായി പഠന ഫീസ്, താമസം, ഭക്ഷണം, സാമൂഹിക സാംസ്കാരിക പരിപാടികളിലെ പങ്കാളിത്തം, യാത്രാ സഹായം എന്നിവ പൂർണ്ണമായും സർവകലാശാല വഹിക്കും. പരിപാടിയുടെ ഭാഗമായി ജനീവയിലെ ഐക്യരാഷ്ട്രസഭാ ആസ്ഥാനത്തേക്കുള്ള അക്കാദമിക് പഠനയാത്രയും ഉൾപ്പെട്ടിട്ടുണ്ട്. അന്താരാഷ്ട്ര നയരൂപീകരണവും ആഗോള ഭരണ സംവിധാനങ്ങളും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്ക് ഈ സന്ദർശനം അവസരമൊരുക്കും. മമ്പാട് സ്വദേശിയായ നേജ അബ്ദുൽ നസീർ KTയുടെയും ഷെറീന KSന്റെയും മകളാണ്. നിലവിൽ മാങ്കാവിലെ മാസ്റ്റേർഡ് സ്ഥാപനത്തിലാണ് പഠനം തുടരുന്നത്. അപ്പോൾ പാത്ത് ബേസിലുള്ള കുട്ടികളായതിനാൽ നമ്മളിൽ നിന്നൊരു 3 പേർക്ക് ചാൻസ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്റർവ്യൂവിന് നമ്മൾ ഒരുപാട് പേര് പോയി, അങ്ങനെ 3 പേരെ സെലക്ട് ചെയ്തു. അങ്ങനെ അതിലൊരാളായിരുന്നു. സോ അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ജാനുവരി ഏകദേശം ഒരു 2 ആഴ്ച കാലത്തോളം ഷാർജ യൂണിവേഴ്സിറ്റിയുടെ സിത്ഹാംസ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. തികച്ചും ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം മലേഷ്യയിൽ നടന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രോഗ്രാമിന്, അതായത് ഒരു ഹൈബ്രിഡ് പ്രോഗ്രാം ആയിരുന്നു, ഓൺലൈൻ പ്ലസ് ഓൺസൈറ്റ്. ഓൺലൈനിൽ 3 മാസത്തെ കോഴ്സും അതിനുശേഷം 1 വീക്ക് മലേഷ്യയിലും. അങ്ങനെ മലേഷ്യയിലും പോകാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നേപ്പാളിൽ നിന്നൊരു യൂത്ത് ലീഡർഷിപ്പ് അവാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേപ്പാള്, അതുപോലെ തന്നെ UAE, അതുപോലെ മലേഷ്യ, ഈ 3 രാജ്യങ്ങളും ഡിഗ്രി പഠനത്തോടൊപ്പം തന്നെ സന്ദർശിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. നോക്കാം പ്രേക്ഷകരെ, പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലയോര മേഖലയിൽ അതിശക്തമായ മഴ. കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മമ്പാട് ഒഴുക്കിൽപ്പെട്ട യുവാവിനായുള്ള തിരച്ചിൽ ഊർജിതം. ഫയർഫോഴ്സ്, ERF, നാട്ടുകാർ എന്നിവർ ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ പദ്ധതി അനുസരിച്ച് തവനൂരിൽ സ്ഥാപിച്ച പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര പെട്രോളിയം, പ്രകൃതിവാതക, ടൂറിസം വകുപ്പ് മന്ത്രി സുരേഷ് ഗോപിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. എരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ഡോക്ടർ ജോസഫ് മാർ തോമസ് ബ്ലോക്ക് സമർപ്പണം വെള്ളിയാഴ്ച നടക്കും. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീൻ കെട്ടിടത്തിന്റെ സമർപ്പണം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വണ്ടൂർ ടൗണിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരം വേണമെന്ന ആവശ്യവുമായി വ്യാപാരികൾ രംഗത്ത്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി വണ്ടൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പോലീസ് SHOയ്ക്ക് നിവേദനം കൈമാറി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. പ്രാദേശിക വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് പിട്ടാപ്പിള്ളിൽ ഏജൻസി, വെള്ളിയൻതോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ EKS ഇഡലി ദോശമാവ്, കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. വരൂ, നിങ്ങളുടെ ഇഷ്ടവാഹനം ഏറ്റവും വിശ്വസ്തയോടുകൂടി തെരഞ്ഞെടുക്കൂ. ഓട്ടോ പാലസ്, ഊട്ടി മെയിൻ റോഡ്, കലാസാഗർ, എടക്കര. ഫോൺ 9539107485.
ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ.